കുറച്ച് ചുവന്നുള്ളിയും ഒരു തക്കാളിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കാം. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും എല്ലാം ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തയ്യാറാക്കാനായിട്ട് ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലിട്ട് കൊടുക്കാം. ഇതിന് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിത് വെന്ത് കിട്ടും. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പച്ചക്കറികളൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ തന്നെ ഇതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാർ തയ്യാറാക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഇതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയാൽ മതിയാവും. ഇതൊരു 4 പേർക്ക് കഴിക്കാൻ സെർവ് ചെയ്യാനുള്ള സാമ്പാർ നമുക്കിതുകൊണ്ട് തയ്യാറാക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണം. ഒരുപാട് അങ്ങ് ചുമക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. ഇനി ഒന്ന് സോഫ്റ്റ് ആവണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല ഒന്നുകൂടെ സോഫ്റ്റ് ആവാനായിട്ട്. റെഡിയായിട്ടുണ്ട്. തക്കാളി ഉള്ളിയെല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിന് കൂടുതൽ ആവശ്യമുള്ളത് കൂടുതൽ ചേർക്കാതെ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടിയുടെ പച്ചവാസന മാറുന്ന വരേക്ക് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. പൊടി കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഇത് നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റോളം വഴറ്റിയെടുക്കണം. വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ളൊരു സാമ്പാറാണിത്. ഇനി അതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പുളി ഒരു അരിപ്പയിലൂടെ അരിച്ചൊഴിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും അതിലേക്ക് കായപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട്. കട്ടക്കായ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് ഇത്രയും വേണ്ടി വരില്ല. കുറച്ച് ചെറിയ പീസ് ചേർത്താൽ മതിയാവും. സാമ്പാറിന് നല്ലൊരു മണവും കിട്ടും. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് അതിലേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പരിപ്പും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ പാകമാണെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനെ ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം.
അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കുക. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിനി അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ചൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ചേർത്ത ഉടനെ തന്നെ വാങ്ങി വയ്ക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് ചേർക്കാം. അര ടീസ്പൂൺ കടുക്, പിന്നെ വറ്റൽമുളക്, ഒരു വറ്റൽമുളക് മുറിച്ചതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ്, ഒരു 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞ് ചേർക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ അല്പം കരിവേപ്പില എല്ലാം ചേർത്താണ്. അതിൻ്റെ കൂടെ ഒരു 4-5 ഉലുവ, കൂടിപ്പോയൊരു ഉലുവ കയ്പുണ്ടാകും. വളരെ കുറച്ച് മാത്രം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ, ടിഫിൻ സാമ്പാറായിട്ടും ചോറിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു സാമ്പാറാണ്. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ അടുത്ത ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.